ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 9-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 9-ാം അധ്യായത്തിലെ 2-ാമത്തെ പെസഹ ആചരിക്കുവാൻ ദൈവം മോശെ മുഖാന്തരം ഇസ്രായേൽ ജനത്തോട് ആവശ്യപ്പെടുകയാണ്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ 1-ാമത്തെ പെസഹ ആചരിച്ചു. അതിനുശേഷം 2-ാമത്തെ പെസഹയാണിത്. 2-ാം വർഷം 1-ാം മാസം 14-ാം തീയതിയായപ്പോൾ പെസഹ ആചരിക്കുവാൻ മോശെ മുഖാന്തരം യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് ആവശ്യപ്പെടുന്നു. അതെങ്ങനെ ആചരിക്കണമെന്നുള്ളത് ഇതിനു മുൻപ് അവർക്ക് മോശെ മുഖാന്തരം നിർദ്ദേശം കൊടുത്തിരുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ അത് വിശദമായി നമ്മളത് പറഞ്ഞതാണ്. എന്നാൽ ഈ സമയത്ത് 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അന്നത്തെ ദിവസം മൃതശരീരം സ്പർശിച്ച് അശുദ്ധരായ ചില ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പെസഹ ആചരിക്കാൻ സാധിക്കുമോ എന്ന് അവർ മോശയോട് ചോദിച്ചു. മോശ പറഞ്ഞു, ദൈവത്തോട് ചോദിച്ചിട്ട് പറയാം. മോശ ദൈവത്തോട് ആലോചന ചോദിക്കും. ദൈവം പറയുന്നു, അവർ അശുദ്ധരായാലും അവർക്കും അന്നേ ദിവസം പെസഹ ആചരിക്കാവുന്നതാണ്. അതുപോലെ ദൂരയാത്ര പോകുന്ന വ്യക്തിക്കും പെസഹ ആചരിക്കാവുന്നതാണ്. അതൊന്നും പെസഹ ആചരണത്തിന് ഒരു തടസ്സമാകേണ്ടതായ കാര്യമില്ല. ആ പെസഹ എങ്ങനെ ഭക്ഷിക്കണമെന്നുള്ളത് ഒരിക്കൽ കൂടി അവരെ ഓർമ്മപ്പെടുത്തുന്നു. 11 വാക്യം നമ്മൾ വായിക്കുന്നു. പുളിപ്പില്ലാത്ത അപ്പമുണ്ടാക്കി കയ്പ് ചീരോടുകൂടി അത് ഭക്ഷിക്കണം. അതിൻ്റെ ഒന്നും പിറ്റേ ദിവസം പ്രഭാതത്തിലേക്ക് ശേഷിപ്പിക്കരുത്, മുഴുവൻ അത് ഭക്ഷിക്കണം. മാംസം ഭക്ഷിക്കുമ്പോൾ ആ മൃഗത്തിൻ്റെ അസ്ഥി ഒടിക്കാൻ പാടില്ല. കാരണം പോലെ പെസഹ കുഞ്ഞാട് നമ്മുടെ കർത്താവിനെയാണല്ലോ സൂചിപ്പിച്ചത്. കർത്താവും കാൽവറിയിൽ യാഗമായപ്പോൾ അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു സൂചനയായി ഇതിൽ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ പെസഹ ഇനിയും ഇത് പരദേശിക്കും അതിൻ്റെ നിയമം അനുസരിച്ച് അത് ആചരിക്കാവുന്നതാണ്. ഇസ്രായേൽ ജനത്തിൽ ആരെങ്കിലും പെസഹ ആചരിക്കാതെ ഇരുന്നാൽ അവനെ വധിക്കണം എന്ന് ഇവിടെ പ്രത്യേകമായി ഇവിടെ പറയുകയാണ്. അത്രമാത്രം നിർബന്ധമായി ദൈവം കൊടുത്ത ഒരു പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് കൂടാരം മുകളിൽ മേഘസ്തംഭം വന്ന് അഗ്നിസ്തംഭം വന്ന് നിൽക്കുന്ന കാര്യമാണ്. സാക്ഷ്യകൂടാരം സ്ഥാപിച്ച അതേ ദിവസം തന്നെ സന്ധ്യ മുതൽ പ്രഭാതം വരെ ആ അഗ്നിസ്തംഭം ആ കൂടാരത്തിന് മുകളിൽ അവിടെ വന്ന് നിൽക്കുകയാണ്. അഗ്നി പോലെ അത് പ്രകാശിച്ചു സന്ധ്യ മുതൽ അത് പ്രഭാതം വരെ. ഇപ്പോൾ ഇസ്രായേൽ അനുഭവ യാത്രയിൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി ദൈവം അവരെ വഴി നടത്തുകയാണ്. അതിശക്തമായ ചൂടാണ്. പകൽക്കാലം മരുഭൂമിയിലൂടെയാണ് യാത്ര. കുട്ടികളും അല്ലെങ്കിൽ ശിശുക്കളും സ്ത്രീകളും പുരുഷന്മാരും വാർദ്ധക്യ എല്ലാ പ്രായത്തിലുള്ള ആളുകളുണ്ട്. അവർ ക്ഷീണിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി പകൽ മേഘസ്തംഭം അവരുടെ മുകളിൽ ദൈവം എപ്പോഴും കൊടുത്തു. അതുകൊണ്ട് സൂര്യൻ്റെ ശക്തമായ ചൂടിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. രാത്രി അവർക്ക് പ്രകാശം ലഭിക്കുവാൻ തക്കവണ്ണം കൂടാരത്തിന് മുകളിൽ അഗ്നിസ്തംഭം വന്ന് നിൽക്കും. അതാണ് രാത്രിയിൽ അവർക്ക് ലഭിക്കുന്നതായ പ്രകാശം എന്ന് പറയുന്നത്. ഈ മേഘം എപ്പോൾ ഈ കൂടാരത്തിന് മുകളിലേക്ക് വീഴുന്നു അപ്പോഴാണ് അവർ യാത്ര ചെയ്യുക. എപ്പോൾ കൂടാരത്തിന് മേൽ മേഘം വന്ന് നിൽക്കുന്നു അപ്പോൾ യാത്ര അവിടെ അവസാനിപ്പിക്കും. അതാണ് അവർക്ക് കൊടുത്ത അടയാളം. അതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദിവ്യമായ സാമീപ്യമാണ്. ആ ദൈവത്തിൻ്റെ സാമീപ്യവും നിർദ്ദേശവും അനുസരിച്ചാണ് അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ പകൽ ഈ അഗ്നിസ്തംഭം കൂടാരത്തിന്മേൽ വന്ന് എപ്പോൾ വന്ന് നിൽക്കുന്നുവോ അവിടെ കൂടാരമടിക്കും. അത് ചിലപ്പോൾ 1 ദിവസമാകാം, 2 ദിവസമാകാം, 5 ദിവസമോ ഒരാഴ്ചയോ 1 മാസം വരെ ചിലപ്പോൾ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴാണോ ഈ മേഘസ്തംഭം ഉയരുന്നത് അപ്പോൾ മാത്രമേ യാത്ര ചെയ്യാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഈ യാത്രയുടെ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കുക. ഇതിലെ ശിശുക്കളുണ്ട്, ഗർഭസ്ഥ ശിശുക്കളുണ്ട്, ഗർഭവതികളായ സ്ത്രീകളുണ്ട്, വാർദ്ധക്യത്തിലുള്ളവരുണ്ട്, അങ്ങനെയുള്ള പുരുഷന്മാരുണ്ട്, യൗവനക്കാരുണ്ട്, എല്ലാ പ്രായത്തിലുമുള്ള ആൾക്കാരുണ്ട്. കൂടാരം ഒരു സ്ഥലത്ത് അടിക്കണമെന്ന് തന്നെ നമുക്കറിയാം കുറേയേറെ അതിന് ചിലപ്പോൾ ഉള്ള മണിക്കൂറുകൾ ആവശ്യമാണ്. അങ്ങനെ കൂടാരം സന്ധ്യക്കടിച്ച് രാവിലെ ആയിരിക്കും പറയുന്നത് ഈ മേഘം മാറുന്നെങ്കിൽ അന്നേരം കൂടാരം പൊളിച്ചവർ യാത്ര ചെയ്യണം. എന്തൊരു കഷ്ടപ്പെട്ടതായ അനുഭവമാണെന്ന് ഓർക്കുക. അത് എത്ര ദിവസം ഉണ്ടാകുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ആ മേഘം നീങ്ങുന്ന അനുസരിച്ച് അവർ യാത്ര പോയേ മതിയാവുകയുള്ളൂ. അത് ഇസ്രായേൽ ജനം അതെല്ലാം അവിടെ അനുസരിക്കുകയാണ് മോശെ മുഖാന്തരം. പ്രിയമുള്ളവർ, പുതിയ നിയമത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ
ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ ആയിട്ട് വിളിക്കപ്പെട്ടവനാണ്. ഈ മേഘസ്തംഭം അഥവാ ഈ അഗ്നിസ്തംഭം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഹിതപ്രകാരം നമ്മൾ ജീവിക്കേണ്ടവരാണ്. സ്നാനത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമേറ്റ നമ്മൾ ഇനി പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഭൂമിയിൽ നമ്മൾ ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ്. അതിൻ്റെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ചില സമയത്ത് നമുക്ക് തോന്നാം. പക്ഷെ അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം ആ മരുഭൂമി യാത്ര പിന്തുടരുവാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന കാര്യം എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്. ആത്മാവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നവനാണ് ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നത്. റോമർ 8:14 പൗലോസ്ലീഹ പറയുന്നു, ആത്മാവിൽ നടത്തപ്പെടുന്ന ഏവരും ദൈവമക്കളാകുന്നു. ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരും ദൈവമക്കളാണ്. അപ്പോൾ നമ്മുടെ നടത്തം ആത്മാവിൻ്റെ ഹിതമനുസരിച്ചാണെങ്കിൽ നമ്മൾ ദൈവമക്കളാണ്, അല്ലെങ്കിൽ നമുക്ക് കുറവുകൾ സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകാം. അപ്പോൾ അതുകൊണ്ട് ഈ അധ്യായം വായിച്ച പെസഹ ആചരണവും അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ അഗ്നിസ്തംഭം ആ മേഘത്തിന്മേൽ വന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് വിധേയമായി മാത്രം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാകും.